السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാൻ, അതിനുവേണ്ടി മാറിയിരിക്കാൻ സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ആമുഖമായിരുന്നു. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ബൈത്ത് അഥവാ ഈ ഒരു കവിത നമുക്ക് സാധിക്കുമെങ്കിൽ അത് മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. ഈ ഒരു ബൈത്ത് അഥവാ ഈ ഒരു കവിത സാധിക്കുന്നവർ എന്ത് ചെയ്യുക? ഇത് മനഃപ്പാഠമാക്കുക. കാരണം ഓരോ വരികളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഈ ബൈത്ത് അത് ഹിഫ്ളാക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അർത്ഥം പറയും. അപ്പോൾ എന്താണ്, എളുപ്പത്തിൽ നമുക്ക് ഹിഫ്ളാക്കാൻ സാധിക്കും. റബ്ബ് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 5 വരിയാണ്. 5 വരിയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 5 വരി നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി ثم صلاته على المختار وبعدها كثيرة الرسول منظومة موجزة الفصول مولده في عاشر الفضيل ربيع الأول عام الفيل لكنما المشهور ثاني عشره في يوم الاثنين طلوع فجره ووافق 20 من نيسان وقبله حين أبيه حانا. ജസാക്കുമുല്ലാഹു ഖൈറൻ. അപ്പോൾ ഈ 5 വരികളാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ബിസ്മി പറഞ്ഞുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം എന്തു പറഞ്ഞു? അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞ് കൊണ്ട് തുടങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലെയുള്ള ദറസ് ആരംഭിക്കുക, കിതാബത്ത് എന്താണ്, കിതാബുകൾ അത് ആരംഭിക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രാജാക്കന്മാർക്കും മറ്റും കത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ അയക്കുമ്പോൾ ബിസ്മി എഴുതിക്കൊണ്ടാണ് അയക്കാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല ദീനിയായ സംസാരം, അതുപോലെ കൂടിയിരിക്കുമ്പോൾ ഈമാനികപരമായ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിൽ ബറക്കത്തുണ്ടാകും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അൽഹംദുലില്ലാഹ് എന്നാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് എന്നാണ് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന് നമ്മൾ മറ്റൊരു വാക്ക് അറബിയിൽ പറയാറുണ്ട്. എന്താണത്? ശുക്ർ എന്നാണ്. ശുക്ർ എന്നാണ്. എന്താണ് സഹോദരങ്ങളെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പണ്ഡിതന്മാർ പല വ്യത്യാസങ്ങളും പറഞ്ഞതായി കാണാം. അതിൽ ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അൽ ഫർഖു ബൈനൽ ഹംദി വശുക്ർ. ഹംദും ശുക്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ എന്താണ്?
ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അൽഹംദുലില്ലാ എന്ന് ഏതവസ്ഥയിലും, ബുദ്ധിമുട്ടായാലും അതുപോലെ തന്നെ സന്തോഷം വരുന്ന കാര്യമുണ്ടായാലും ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറയൽ എന്താണ്, നല്ല കാര്യമാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റആ മാ യുഹിബ്ബു ഖാല അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ഇഷ്ടമുള്ള കാര്യം ഉണ്ടാകുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പറയാറുണ്ട്, എന്താണത്, അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഇഷ്ടമുള്ള കാര്യം അവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ, എല്ലാമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യം അതുണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്ന് പറയും. വഇദാ റആ മാ യക്റഹ് ഖാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ലാത്ത വല്ല കാര്യവും ഉണ്ടായി കഴിഞ്ഞാൽ, എല്ലാമെങ്കിൽ ഇഷ്ടമല്ലാത്ത വല്ല കാര്യവും അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പറയാറുള്ള കാര്യം എന്താണ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ അവസ്ഥ. ഈ രണ്ട് അവസ്ഥയിലായിരിക്കണം ഒരു മുഅ്മിൻ ഉണ്ടാകേണ്ടത്. അഥവാ അവന് ഇഷ്ടമുള്ള കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് എന്ന് പറയണം. അവന് വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? എന്താണ് റബ്ബ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നാണോ? എന്റെ റബ്ബ് എന്നെ പരിഗണിക്കാത്തത് എന്നാണോ? അല്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, ഏതവസ്ഥയിലും റബ്ബിനാകുന്നു സർവസ്തുതിയും. സഹോദരങ്ങളെ, ഇതിനിടയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കാണാൻ ഇടയായി. എന്താണത്? ഫിലസ്തീനിലെ ഒരു സഹോദരൻ, അദ്ദേഹത്തോട് അവിടെയുള്ള ഒരാൾ ചോദിക്കുകയാണ്, ഇതാ നിങ്ങളുടെ ഭക്ഷണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന വസ്ത്രവും എല്ലാം ഇതാ പോയിരിക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. ആ സഹോദരൻ കൊടുക്കുന്ന മറുപടി, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം മുകളിലേക്ക് വിരലുയർത്തിക്കൊണ്ട് പറയുകയാണ്, അല്ലാഹു മൗജൂദ്, അല്ലാഹു ഉണ്ട്, അല്ലാഹു നമ്മളെ സഹായിക്കും. സഹോദരങ്ങളെ നോക്കണം, ഇത് ഫിലസ്തീനിലെ വലിയ ആലിമ് പറയുന്ന വാക്കല്ല, മറിച്ച് അവിടെയുള്ള സാധാരണക്കാരൻ പറഞ്ഞ വാക്കാണത്. അല്ലാഹു മൗജൂദ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, സ്വന്തം കുടുംബം അതുപോലെ തന്നെ ഭക്ഷണം എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരുടെ ഈമാൻ നോക്കൂ സഹോദരങ്ങളെ. നമ്മൾ വലിയ പഠിച്ച ആളുകളാണ് എന്നാണ് വാദം, പക്ഷെ നമുക്കിതുപോലുള്ള പരീക്ഷണം വരുമ്പോൾ നമ്മൾ പതറാറില്ലേ? അതല്ലേ യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അജബൽ ലി അംറിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഒരു മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. എന്താണ് കാരണം? അവനൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും. വകാന ഖൈറല്ല, അപ്പോൾ അവനത് ഖൈറായി മാറും. ഇനി അവന് നല്ലൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ശകർ, അവൻ നന്ദി കാണിക്കും. അതും അവന് നന്മയായി മാറുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം, അല്ലാഹു നമുക്ക് ഏത് കാര്യം നൽകി കഴിഞ്ഞാലും അതിന് പിന്നിൽ നമുക്ക് ലഭിക്കാനുള്ളത് വലിയ ഖൈറാത്തുകളാണ്. വല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം വിധിച്ചു കഴിഞ്ഞാലും അതിന് പിന്നിൽ നമുക്കുള്ള ഖൈറാണുള്ളത്. കാരണം അല്ലാഹുവിനാണ് അറിയുന്നത് എന്തായിരിക്കും അതിന്റെ പര്യവസാനം എന്നുള്ളത്. ഏതേത് കാര്യം, നമ്മുടെ ജോലി അത് നമുക്ക് നഷ്ടപ്പെട്ടോ, അൽഹംദുലില്ലാഹ്, അതിനേക്കാൾ ഖൈറായത് നമുക്ക് ലഭിച്ചേക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ വിട പറഞ്ഞു പോയാലും അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് ഖൈറാത്തുകൾ അറിയുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. അഥവാ നമ്മൾ അൽഹംദിനെ പറ്റി പറഞ്ഞു, അഥവാ സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ലില്ലാഹ് എന്താണ് സഹോദരങ്ങളെ ലില്ലാഹ് അഥവാ അല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽ ഉലൂഹിയ്യത്തി വൽ ഉബൂദിയ്യ, എല്ലാ ആരാധനകളും അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളിലും അർഹനായവൻ എന്നാണ് അല്ലാഹുവിന്റെ അർത്ഥം. അൽ ഇലാഹ് എന്നത് ചേർന്നതാണ് അല്ലാഹു എന്നുള്ള വാക്ക്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധനക്കർഹൻ, ആരാധനകൾക്കെല്ലാം അർഹൻ അത് അല്ലാഹു മാത്രമാണ്. അൽ ഇലാഹാണ് അല്ലാഹ് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം അല്ലാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്നുള്ളത്.
പക്ഷെ അത് അഹ്ലുസുന്ന വൽ ജമാഅ അവരുടെ വിശ്വാസമല്ല. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധിക്കാത്തത്ര നാമങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. ആരാണോ അത് ഹിഫ്ലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്യുന്നത് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടുള്ള അർത്ഥം എന്താണ്? എളുപ്പമാണ്. ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ഖവാഇദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. അഥവാ നമ്മൾ പറയുകയാണ്, എന്റെ അടുക്കൽ 500 രൂപയുണ്ട്, ആ 500 രൂപ ഞാൻ സ്വതക്ക നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ 500 മാത്രമാണ് ഉള്ളൂ എന്നുള്ള അർത്ഥം കിട്ടുമോ? ഇല്ല. അഥവാ സ്വതക്കക്ക് 500 രൂപയുള്ളൂ എന്നുള്ള അർത്ഥം മാത്രമേ കിട്ടൂ. അതുപോലെയാണ്, അഥവാ സ്വർഗം ലഭിക്കാൻ 99 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫضل കൊണ്ട് നമുക്ക് സ്വർഗം തരും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പറ്റാത്തത്ര നാമങ്ങളുണ്ട്. മാത്രമല്ല ഖുർആനും സുന്നത്തിനും നോക്കിക്കഴിഞ്ഞാൽ തന്നെ 99 നാമങ്ങളിൽ കൂടുതലായി അല്ലാഹുവിന്റെ നാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹ് എന്നുള്ള നാമത്തിലേക്കാണ് മറ്റുള്ള എല്ലാ നാമങ്ങളും അടങ്ങുന്നത്. അല്ലാഹ് എന്നുള്ള നാമത്തിലേക്കാണ് മറ്റുള്ള നാമങ്ങളെല്ലാം തന്നെ മടങ്ങുന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിനാകുന്നു അൽ അസ്മാഉൽ ഹുസ്നയുള്ളത്, അഥവാ അല്ലാഹുവിനാണ് ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ പറയാറുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ പേരാണ് അർ റഹ്മാൻ, അള്ളാഹുവിന്റെ പേരാണ് അർ റഹീം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അല്ലാതെ അർ റഹ്മാന്റെ പേരാണ് അള്ളാഹു എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അത് അഹ്ലുസുന്നയുടെ പരിചയത്തിൽ ഇല്ലാത്ത കാര്യമാണ്. എന്ത്? അർ റഹ്മാൻ എന്ന് അല്ലെങ്കിൽ അള്ളാഹ് എന്നുള്ളത് അർ റഹ്മാന്റെ പേരാണ് എന്ന രൂപത്തിൽ പറയാറില്ല. മറിച്ച് അള്ളാഹുവിന്റെ നാമമാണ് അർ റഹ്മാൻ, അർ റഹീം, അൽ വദൂദ്, അൽ ജബ്ബാർ എന്നുള്ള രീതിയിലാണ് പൊതുവെ പറയാറുള്ളത്. ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ എല്ലാ നാമങ്ങളും മടങ്ങിയെത്തുന്നത് അള്ളാഹുലേക്കാണ് എന്നുള്ള കാര്യം. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി. ഇവിടെ ശൈഖ് അവറുകൾ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി. പ്രിയപ്പെട്ടവരുടെ അൽ ഖദീം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമമല്ല, അള്ളാഹുവിന്റെ നാമമല്ല, മറിച്ച് അതൊരു ഖബറാണ്. എന്താണ് ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കൽ മാത്രമാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തരലാണ്. അഥവാ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ആദ്യമായി ഉണ്ടായവൻ എന്നുള്ളതാണ്, ആദ്യമായി ഉണ്ടായവൻ എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ ഇസ്മല്ല എന്ന് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അഥവാ ഈ കവിത എഴുതിയ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ശറഹായ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആമുഖത്തിൽ, അൽ അഖീദത്തുൽ വാസതിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അൽ ഖദീം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമല്ല എന്നുള്ളത്, അള്ളാഹുവിന്റെ നാമമല്ല എന്ന് അദ്ദേഹം തന്നെ അൽ അഖീദത്തുൽ വാസതിയ്യയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ വരുന്ന നാമം അള്ളാഹുവിനുണ്ട്. ഏതാണ് ആ നാമം? അൽ അവ്വൽ, അൽ അവ്വൽ അഥവാ ആദ്യമേ ഉള്ളവൻ എന്നുള്ള അർത്ഥം. അതുകൊണ്ട് ഈ ഒരു വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ അൽ ഖദീം എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമായി നമ്മൾ പറയാൻ പാടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമമല്ല, മറിച്ച് അതൊരു അറിയിക്കൽ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. പിന്നീട് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി. എന്താണ് ബാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് അള്ളാഹുവിന്റെ നാമമാണ്. ഇസ്മു മിൻ അസ്മാഇല്ലാഹ്, അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണെന്ത്? അൽ ബാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവൻ എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ നോക്കൂ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നതിനെയാണ് അൽ ബാരി എന്ന് പറയുക. ഇത് തന്നെ സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവാണ്.
നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്ര മനോഹരമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ എന്ന് റബ്ബ് ചോദിക്കുന്നുണ്ട്. അഥവാ നിങ്ങളിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കരങ്ങൾക്കുള്ളിലാണ് കണ്ണ് ഉള്ളത് എങ്കിൽ ആലോചിച്ചു നോക്കൂ, എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വീഴുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന അവയവം ഏതായിരിക്കും? നമ്മുടെ കൈയായിരിക്കും. എത്ര പെട്ടെന്ന് നമ്മുടെ കണ്ണ് കേടാകും അങ്ങനെയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ഏതേത് അവയവങ്ങൾ അത് മാറിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതാ നമ്മുടെ വായക്ക് തൊട്ടു മുകളിലാണ് എന്തുള്ളത്? മൂക്കുള്ളത്. ഈ ഭക്ഷണം മോശമായ അവസ്ഥയിലാണോ എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും ഈ ഭക്ഷണം നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ പറയാൻ നിന്നാൽ നമുക്ക് ഈ സമയം മതിയാവുകയില്ല. ഏതേത് അവയവം നമ്മളിലുണ്ടോ അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വ്യക്തമായിട്ടുമാണ് നമ്മിൽ തന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനെ 3 കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ 3 കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, റബ്ബിന് ഇസ്മുകളുണ്ട്. സൂചിപ്പിച്ചതുപോലെ ധാരാളം നാമങ്ങൾ റബ്ബിനുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന് ചില സിഫത്തുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ ഖബറുകൾ നമ്മൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇസ്മ എന്നുള്ളത്, അള്ളാഹുവിന്റെ നാമം എന്നുള്ളത് അത് ആരെയാണ് അറിയിക്കുന്നത്? അള്ളാഹുവിനെ തന്നെ അറിയിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നാമത്തിൽ ഒരു വിശേഷണം അടങ്ങിയിട്ടുണ്ട്. എന്താണത്? അൽ ഹയാത്ത്, അഥവാ എന്നെന്നും ജീവിക്കുന്നവൻ എന്നുള്ള ഒരു വിശേഷണം എന്തിലുണ്ട്? ആ ഒരു നാമത്തിലുണ്ട്. ഇതാണ് 2 കാര്യങ്ങൾ. മൂന്നാമത്തേത് ഖബറാണ്. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൽ ഖദീം എന്നുള്ളത്, അഥവാ അള്ളാഹു ആദ്യമേ ഉള്ളവനാണ് എന്നുള്ള ഒരു അറിയിച്ചു തരൽ. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നതാണ് നമ്മൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ശിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുവഹിദീങ്ങളായി മരിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ വല്ല ശിർക്കും വന്നുപോയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നമ്മളെ ശിക്ഷിക്കും. അപ്പോൾ അള്ളാഹു നമുക്ക് നാമം വെച്ചു കൊടുക്കാൻ പറ്റുമോ? അൽ ആസിബ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ് ആസിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശിക്ഷിക്കുന്നവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്കതൊരു വാർത്തയായി പറഞ്ഞു കൊടുക്കാം, അള്ളാഹു നമ്മളെ ശിക്ഷിക്കും എന്നുള്ള രൂപത്തിൽ. പക്ഷെ അതൊരു നാമമായി റബ്ബിന് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു ഇസ്മും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റബ്ബിന് വെച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് തോന്നിയ രൂപത്തിൽ റബ്ബിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നാമങ്ങൾ വെച്ചു കൊടുക്കാൻ പാടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അൽ ഖവാഇദുൽ മുസ്ലിയിൽ പറഞ്ഞതായി കാണാം, അസ്മാഉല്ലാഹി തആല കുല്ലുഹാ തൗഖീഫിയ്യത്തുൻ. അല്ലാഹു റബ്ബുൽ ആലമീന്റെ നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം തന്നെ എന്താണ്? എല്ലാം ഖുർആനിലും സുന്നത്തിലും വന്നതനുസരിച്ച് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. അഫ്വൻ, അല്ലെങ്കിൽ അത് എന്താണോ വന്നത് ആ ഒരു കാര്യമേ അള്ളാഹുവിന്റെ ഇസ്മായിട്ടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തായിട്ടും നമ്മൾ പറയാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇസ്മ ഇന്നതാണ്, അത് ഖുർആനിൽ ഇന്ന ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയണം. അതുപോലെ സിഫത്ത് ഇന്നതാണ്, അത് ഖുർആനിൽ ഇന്ന ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയണം. പിന്നീട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖബറാണ്, അതൊരു അറിയിച്ചു തരൽ മാത്രമാണ്. റബ്ബ് ഇന്നവനാണ് എന്ന് അറിയിക്കൽ മാത്രമാണ്. ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ശൈഖ് അവറുകൾ റഹിമഹുല്ലാഹ് അവർ പറയുകയാണ്, എന്താണത്? സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി എന്ന് പറയുകയാണ്. സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി, അഥവാ അൽഹംദുലില്ലാഹിൽ ഖദീമിൽ ബാരി എന്നുള്ള ഭാഗം നമ്മൾ വിശദീകരിച്ചു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി. എന്താണ് അതിന്റെ അർത്ഥം? സുമ്മ സ്വലാത്തുഹു, പിന്നീട് സ്വലാത്ത് ഉണ്ടാകട്ടെ. ആർക്ക്? അലൽ മുഖ്താരി. സ്വലാത്തുഹു, അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ. ആർക്ക്? അലൽ മുഖ്താരി, തെരഞ്ഞെടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ. അഥവാ റസൂലിന് അള്ളാഹുവിന്റെ സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന്
അദ്ദേഹം അവിടുന്ന് പറയുകയാണ്, എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബുൽ ആലിയത്ത് റിയാഹി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹുവ സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅ്ലാ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മലഇൽ അഅ്ലാ അഥവാ മലായികത്തുകളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പുകഴ്ത്തി പറയുക എന്നുള്ളതാണ് സ്വലാത്ത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതായി കാണാം. ഇത് ഹദീസ് അല്ല, മറിച്ച് അബുൽ ആലിയത്ത് റിയാഹി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ല, സുമ്മ സ്വലാത്തുഹു വസലാമുഹു അലൈഹി എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താണ് പറഞ്ഞത്, സുമ്മ സ്വലാത്തുഹു അലൽ മുഖ്താരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പറയുന്നതിന്റെ വിധി എന്താണ്? അഥവാ സ്വല്ലല്ലാഹു അലൈഹി എന്ന് മാത്രം പറയുന്നതിന്റെ വിധി എന്താണ്? ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇങ്ങനെ പറയുക എന്നുള്ളത് കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. ഇമാം അന്നവവി രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പറയുക എന്നുള്ളത് കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അതേ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ പതിവായി ഈ രൂപത്തിലാണ് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി എന്ന് മാത്രമാണ് പറയുന്നത് എങ്കിൽ എന്താണത്? അത് കറാഹത്താണ്. എന്നാൽ ചില നേരങ്ങളിലൊക്കെ പറയുക എന്നുള്ളത് കറാഹത്തായി പരിഗണിക്കുകയില്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. എന്നിരുന്നാലും സഹോദരങ്ങളെ, പൂർണ്ണത എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയലാണ്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എന്താണ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോടായി പറഞ്ഞു, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യണം? സലാത്തും സലാമിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് പറയുകയാണ്. ഇതാണ് അതിന്റെ വിശദീകരണമായി പറയാനുള്ളത്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വബഅദു, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഹാ കസീറത്തർ റസൂൽ, ഇദാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ, ഹാക്ക എന്ന് പറഞ്ഞാൽ ഖുദ് എന്നുള്ള അർത്ഥമാണ്, എടുത്തോളൂ എന്നുള്ള അർത്ഥം. ഹാ കസീറത്തർ റസൂലി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ ഇതാ പഠിച്ചോളൂ, എടുത്തോളൂ എന്നുള്ള അർത്ഥം. എങ്ങനെയുള്ളതാണത്? ഏത് രൂപത്തിലാണ്? മൻദൂമതൻ. എന്താണ് മൻദൂമ എന്ന് പറഞ്ഞാൽ? കവിത. കവിത രൂപത്തിലുള്ള ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ എടുത്തുകൊള്ളുക, പഠിച്ചുകൊള്ളുക. എങ്ങനെയുള്ള കവിതയാണത്? മൂജസത്തുൽ ഫുസൂലി. മൂജസത്തുൽ ഫുസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ രൂപത്തിൽ, ചെറിയ വാക്കുകൾ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന എന്നുള്ള അർത്ഥമാണ് മൂജസത്തുൽ ഫുസൂൽ എന്ന് പറഞ്ഞാൽ. ചെറിയ വാക്കായിരിക്കും, പക്ഷേ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അർത്ഥം വളരെ വലുതായിരിക്കും എന്നുള്ള രൂപത്തിൽ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം മുഴുവനായി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് എന്താണ്? മക്കിയായ സംഭവങ്ങൾ. മക്കിയായ സംഭവങ്ങൾ. രണ്ടാമത്തേത് മദനിയായ സംഭവം. എന്താണ് മക്കിയായത് മദനിയായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് പൊതുവെ എല്ലാ ആളുകളും പറയാറുള്ളത്. മക്കയിൽ അവതരിച്ചതും അല്ലെങ്കിൽ മക്കയിൽ നടന്ന കാര്യങ്ങളും മദീനയിൽ നടന്ന കാര്യങ്ങളും. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? അഹ്സൻ, ബാറക്കല്ലാഹു ഫീക്. ഹിജ്റക്ക് മുന്നേ സംഭവിച്ച കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? മക്കിയായ സംഭവം. ഹിജ്റക്ക് ശേഷം സംഭവിച്ചതിനോ മദനിയായത്. ആ സംഭവം ഒരുപക്ഷെ എവിടെ നടന്നതായിരിക്കാം? മക്കയിൽ നടന്ന കാര്യങ്ങളായിരിക്കാം. ബാറക്കല്ലാഹു ഫീക്. ഇതുപോലെ തന്നെയാണ് ഖുർആനിന്റെ വിഷയവും. ഖുർആനിൽ നമ്മൾ കാണും എന്താണ് ഖുർആന്റെ പേര്, എത്ര ആയത്തുകളുണ്ട്, പിന്നെന്ത് കാണാം? മക്കിയ മദനിയ എന്ന് കാണാം. ഇതും ഉദ്ദേശം എന്താണ്? ഹിജ്റക്ക് മുന്നേ അവതരിച്ചതിന് മക്കിയായത് എന്ന് പറയും, ഹിജ്റക്ക് ശേഷമാണെങ്കിൽ മദനിയായത് എന്ന് പറയും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. അവിടുന്ന് റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഇതാ ഈ സീറ പഠിച്ചോളൂ, വളരെ എളുപ്പത്തിൽ ലഘുവായ രീതിയിലുള്ള കവിതയാണ് എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ഷേഖ് റഹിമഹുല്ലാഹ് അവിടുന്ന്
ആരംഭിക്കുകയാണ്. എന്താണത്? മൗലിദുഹു ഫി ആശിരിൽ ഫളീലി റബീഇനിൽ അവ്വലി ആമൽ ഫീലി എന്ന് അവിടുന്ന് റഹിമഹുല്ലാ പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അർത്ഥം? മൗലിദുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഫി ആശിരിൽ ഫളീലി, എപ്പോഴാണ്? 10 റഹിമഹുല്ലാ അവർ പറയുന്നത്. ഏത് മാസം? റബീഇനിൽ അവ്വലി, റബീഉൽ അവ്വൽ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്നാണ് ആര് പറയുന്നത്? ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഏത് വർഷം? ആമൽ ഫീലി. ആമൽ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കലഹം നടന്ന വർഷം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഏത് ദിവസത്തിലാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? തിങ്കളാഴ്ച ദിവസമാണ്. ബറക്കല്ലാഹു ഫീക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അൻ അബി ഖതാദത അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ ഖതാദത അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ വന്നതായി കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈനി ഖാൽ, അഥവാ അബൂ ഖതാദത അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടിയായി പറഞ്ഞു, ദാക യൗമുൻ ഉലിദതു ഫീഹി, അത് ഞാൻ ജനിച്ച ദിവസമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് റസൂൽ എന്താണ് പറഞ്ഞത്? ആ ദിവസം ഞാൻ ജനിച്ചതുകൊണ്ട് നോമ്പെടുക്കുകയാണ് എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള ബിദ്അത്തുകാർക്കുള്ള അവർക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. അവരെന്താണ് പറയുന്നത്? അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് ആഘോഷിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് ആഘോഷിക്കണം, അത് നമ്മൾ അന്നേ ദിവസം സന്തോഷിക്കണം. എന്താണ് തെളിവ്? തെളിവൊന്നുമില്ല. മറിച്ച് അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആഘോഷ ദിനം നമുക്ക് എത്രയാണുള്ളത്? 2 അല്ലെങ്കിൽ ആഴ്ചയിൽ മടങ്ങി വരുന്ന വെള്ളിയാഴ്ചത്തെ ജുമുഅ ദിവസത്തെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന വെള്ളിയാഴ്ച ദിവസത്തെ ആ ജുമുഅ ദിനം നമ്മൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 പെരുന്നാളിന് നോമ്പെടുക്കുക എന്നുള്ളത് എന്താണ്? ഹറാമാണ്, ഹറാമായ കാര്യമാണ്. എന്താണ് അതിനുള്ള കാരണം? അന്നേ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കണം, സന്തോഷിക്കണം, പല കുടുംബ വീട്ടിൽ പോകണം, അവിടുന്ന് ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ ഇവിടെ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമായ തിങ്കളാഴ്ച എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നോമ്പെടുക്കണം എന്നാ പറഞ്ഞത്. അത് ആഘോഷിക്കേണ്ട ദിവസമാണെങ്കിൽ റസൂൽ എന്ത് പറഞ്ഞേനെ? അന്നേ ദിവസം നിങ്ങൾ ആരും നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞേനെ. ഇത് അവർക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവർക്ക് ബാധിച്ചത് അന്ധത എവിടെയാണ്? ഹൃദയത്തിലാണ്. ബസീറത്ത് ഉണ്ടാവുക എന്നുള്ളത് റബ്ബിന്റെ തൗഫീഖാണ്. അല്ലേ? ചില ആളുകൾ നമ്മൾ ചെയ്യുന്നതായി കാണാറില്ലേ? സിഗരറ്റിന്റെ പാക്കറ്റിന്റെ മുകളിൽ എന്ത് കാണാം? ഇത് വലിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്ന് അവൻ കാണുന്നുണ്ട്. പക്ഷേ അവൻക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അല്ലേ? ഇതുപോലെ തന്നെയാണ് മസീഹ് ദജ്ജാലിന്റെ വിഷയവും. അവന്റെ നെറ്റിയിൽ കാഫറ എന്ന് എഴുതി വെച്ചതായി കാണാം. പക്ഷേ എന്നാലും അവനെ പിൻപറ്റുന്ന ആളുകളില്ലേ? അതുകൊണ്ടാണ് റബ്ബിന്റെ തൗഫീഖാണ് ബസീറത്ത് ലഭിക്കുക എന്നുള്ളത്. കാഴ്ച മാത്രം ലഭിച്ചത് കൊണ്ട് കാര്യമില്ല, മറിച്ച് ഉൾക്കാഴ്ച ലഭിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, വേറെ പല അഭിപ്രായങ്ങളും ദിവസത്തിൽ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ മറ്റു ദിവസങ്ങളും പറഞ്ഞതായി കാണാം. പക്ഷേ ഖണ്ഡിതമായി ഇതാ റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അഭിപ്രായങ്ങൾ തെളിവിന് യോഗ്യമായതല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായ വൻ നിഹായയിൽ അദ്ദേഹം ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചത് എന്നുള്ളത് പണ്ഡിതന്മാർക്ക് ഏക അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏക അഭിപ്രായം എന്നാണ് അർത്ഥം, അദ്ദേഹം അൽ ബിദായ വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. ആ കിതാബ് ഇവിടെ ലൈബ്രറിയിൽ ലഭ്യമാണ്. വലിയ ഗ്രന്ഥമാണ്. അഥവാ ധാരാളം നബിമാരുടെയും അതുപോലെ തന്നെ പല പണ്ഡിതന്മാരുടെയും ചരിത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് അൽ ബിദായ വൻ നിഹായ, അൽ ബിദായത്തു വൻ നിഹായത്തു എന്ന് പറയുന്ന ഗ്രന്ഥം. ബാറക്കല്ലാഹു ഫീക്കും.
ഇനി സഹോദരങ്ങളെ, തിങ്കളാഴ്ച ഏത് സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നുള്ളതാണ്. ഷേഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് എപ്പോഴാണ്? ഫി യൗമിൽ ഇസ്നൈനി തുലൂഅ ഫജ്രിഹി എന്നാണ്, അഥവാ സുബഹിന്റെ നേരത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അഭിപ്രായം തന്നെയാണ് ഇമാം അസ്സഹബി റഹിമഹുല്ലാ അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിനും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരുടെയും അതുപോലെയുള്ള ആളുകളുടെയും ചരിത്രം ഉദ്ധരിച്ച ഒരു കിതാബ് കാണാൻ സാധിക്കും. ഏതാണ് ആ കിതാബ്? ഇമാം സഹബിയുടേത് സിയറു അലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥമാണ്, അഥവാ ധാരാളം പണ്ഡിതന്മാരുടെ ചരിത്രം ഒരുമിച്ച് കൂട്ടിയ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഖണ്ഡിതമായ ഒരു തെളിവ് ഇന്ന് നേരത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു അലം, അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഇന്ന സമയത്താണ് എന്ന് പറയുന്ന ഖണ്ഡിതമായ ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നിട്ട് പിന്നീട് അവിടുന്ന് പറഞ്ഞത് എന്താണ്? ആമൽ ഫീൽ എന്നാണ്, അഥവാ ആനക്കലഹ വർഷം. അറബികൾ പൊതുവെ ആദ്യ കാലഘട്ടത്തിൽ അവർ നമ്മൾ പറയുന്നത് പോലെ 2000, 2012 എന്ന രൂപത്തിൽ അവർ കണക്ക് കൂട്ടിയിരുന്നില്ല. മറിച്ച് ഓരോ വർഷത്തിലും നടന്ന സംഭവങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് ആ വർഷത്തെ അവർ സൂചിപ്പിക്കാറുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേണ്ടപ്പെട്ട ചില ആളുകൾ മരണപ്പെട്ട വർഷത്തെ എന്താണ് പറയുന്നത്? എന്താണ്? ആമുൽ ഹുസ്ൻ എന്ന് പറയും. ആമുൽ ഹുസ്ൻ അഥവാ സങ്കടത്തിന്റെ വർഷം എന്നാണ് അതിന്റെ അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ, അതുപോലെ തന്നെ ചില റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട വർഷമാണ് ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആമുൽ ഫീൽ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആനക്കലഹ വർഷം അഥവാ അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവും അവന്റെ അനുയായികളും കൂടി പരിശുദ്ധമായ കഅബ പൊളിക്കാൻ വേണ്ടി വന്ന സംഭവവും അതുപോലെയുള്ള കാര്യം നടന്നതുകൊണ്ടാണ് ആമുൽ ഫീൽ എന്ന് പറയുന്നത്. ആ വർഷത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ലാ ഖിലാഫ അന്നഹു വുലിദ ഫീ ജൗഫി മക്കത വ അന്ന മൗലിദഹു കാന ആമൽ ഫീൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര ഗ്രന്ഥമുണ്ട്, സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥം. സാദുൽ മആദ്, ആ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ലാ ഖിലാഫ, ഒരഭിപ്രായ ഭിന്നതയുമില്ല, അന്നഹു വുലിദ ഫീ ജൗഫി മക്കത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചത്, വ അന്ന മൗലിദഹു കാന ആമൽ ഫീൽ, ആമുൽ ഫീലിലാണ് എന്നുള്ളതിൽ അഭിപ്രായ ഭിന്നതയില്ല എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇബ്നുൽ മുൻദിർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വഹുവല്ലദീ ലാ യശുക്കു ഫീഹി അഹദും മിനൽ ഉലമാ, പണ്ഡിതന്മാർക്കിടയിൽ ഒരാൾക്കും തന്നെ സംശയമില്ലാത്ത കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ആമുൽ ഫീലിലാണ് എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുമുല്ലാ അവരൊക്കെ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാം. അഥവാ ഏക അഭിപ്രായമുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ആമുൽ ഫീലിലാണ് എന്നുള്ളതിൽ ഏക അഭിപ്രായമുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിമും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യാത്ത് റഹിമഹുമുല്ലാ ഉദ്ധരിച്ചതായി കാണാം. മാത്രമല്ല ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതായി കാണാം, ജാബിർ ഇബ്നു അബ്ദുല്ലാ അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ആമുൽ ഫീലിലാണ് എന്ന് രണ്ട് സഹാബിമാരാണ് പറയുന്നത്, ജാബിർ ഇബ്നു അബ്ദുല്ലയും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ഒരു സഹാബിയാണ് ഖൈസ് ഇബ്നു മഖ്റമ. അദ്ദേഹം പറയുന്നതായി കാണാം, ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനിച്ചത് ഒരേ വർഷമാണ്, അഥവാ ആമുൽ ഫീലിലാണ് എന്ന് അദ്ദേഹത്തിൽ നിന്നും സ്ഥിരപ്പെട്ട് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ആമുൽ ഫീലിൽ ഏത് വർഷത്തിൽ അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? അഥവാ ആമുൽ ഫീൽ എന്ന് മൊത്തത്തിലാണ് പറയുക, ആനക്കലഹ വർഷം. ഈ ആനക്കലഹം നടന്ന് എത്ര ദിവസത്തിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? 50 വർഷം, 50 ദിവസം കഴിഞ്ഞ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായയിൽ പറയുന്നത്. അഥവാ ആനക്കലഹം ആ സംഭവം നടന്നതിന് 50 ദിവസത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നുള്ളത് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞതായി കാണാം. ഇനി സഹോദരങ്ങളെ, ഏത് മാസത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഏത് ദിവസമാണ് എന്ന് പറഞ്ഞു, ഏത് സമയമാണ് എന്ന് പറഞ്ഞു, ഏത് വർഷമാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഏത് മാസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നുള്ളതാണ്. പല അഭിപ്രായങ്ങളും പറഞ്ഞതായി കാണാം, പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറഞ്ഞതായി കാണാം. എങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ഏത് മാസമാണ്? റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസമാണ്. ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് ഏത് മാസമാണ്? മൗലിദുഹു ഫി ആശിരിൽ ഫളീലി റബീഇൽ അവ്വലി ആമൽ ഫീൽ. റബീഉൽ അവ്വൽ മാസമാണ് എന്നാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലയും പറയുന്നത്. മുസന്നഫ് ഇബ്നു അബി ശൈബ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി കാണാം. ജാബിർ ബിൻ അബ്ദുല്ലാ അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരിൽ നിന്നും ഇബ്നു അബി ശൈബ റഹിമഹുല്ല ഉദ്ധരിച്ചതായി കാണാം. ജാബിർ ബിൻ അബ്ദുല്ലയും അബ്ദുല്ലാഹി ബിൻ അബ്ബാസും അവർ പറയുകയാണ്, ഉലിദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ശഹരി റബീഇൽ അവ്വൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന് ആരൊക്കെയാണ് പറയുന്നത്? ജാബിർ ബിൻ അബ്ദുല്ലാ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയുകയാണ്. അപ്പോൾ റബീഉൽ അവ്വൽ 12 ആണ് എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഏത് ദിവസമാണ് അഥവാ ഏത് ഡേറ്റിലാണ് ജനിച്ചത് എന്നുള്ളതാണ്. ദിവസം ഉദാഹരണത്തിന് തിങ്കളാഴ്ച പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏത് ഡേറ്റിലാണ് എന്നുള്ളതാണ്. എന്താണ് ശൈഖ് റഹിമഹുല്ല പറഞ്ഞത്? മൗലിദുഹു ഫി ആശിരിൽ ഫളീലി എന്നാണ് പറഞ്ഞത്. മൗലിദുഹു ഫി ആശിരിൽ ഫളീലി, റബീഉൽ അവ്വൽ 10 എന്നാണ് ആരുടെ അഭിപ്രായം? ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ നോക്കൂ സഹോദരങ്ങളെ, ലാകിന്നമൽ മശ്ഹൂർ സാനി അശ്രിഹി അദ്ദേഹം പറയുകയാണ്, പക്ഷേ അറിയപ്പെട്ട ഭൂരിഭാഗം ആളുകളുടെ അഭിപ്രായം റബീഉൽ അവ്വൽ 12 എന്ന് അദ്ദേഹം അവിടെ പറയുകയാണ്. ഇത് എത്ര നല്ലൊരു അദബാണിത്. അഥവാ ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എങ്കിൽ അത് പറയുക എന്നുള്ളത് നല്ല മര്യാദയാണ്. അത് പറയുക എന്നുള്ളത് നല്ല മര്യാദയാണ്, അല്ലേ സഹോദരങ്ങളെ? നമ്മുടെ നാട്ടിലെ പല ഫിത്നകൾക്കും കാരണം എന്താണ്? ഏത് വിഷയം അല്ലെങ്കിൽ ചില വിഷയങ്ങളെങ്കിലും ഒറ്റൊരഭിപ്രായം പോലെ പഠിപ്പിക്കപ്പെട്ടു, ഒരൊറ്റൊരഭിപ്രായം പോലെ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പിന്നീട് ആ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് ആളുകളോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനുള്ള കാരണം? മുൻകാലത്ത് ആ ഒരു അഭിപ്രായം ഒറ്റൊരഭിപ്രായം പോലെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ എവിടെ കൈകെട്ടണമെന്നുള്ള വിഷയത്തിൽ സംവാദം നടന്ന നാടാണ് നമ്മുടെ നാട്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, പണ്ഡിതന്മാർക്കിടയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഒരാൾ നിസ്കാരത്തിൽ എവിടെ കൈകെട്ടണമെന്നുള്ളത്. ആ വിഷയത്തിൽ സംവാദം നടന്ന നാടാണ് നമ്മുടേത്. അഭിപ്രായ ഭിന്നതയുള്ളതിൽ വിശാലത കാണിക്കുക എന്നുള്ളത് അതൊരു ഫിഖ്ഹ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട മര്യാദയാണ്. ഇനി നമ്മൾ മറ്റു വിഷയം പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫി പോലുള്ളത്, അതാദ്യം എങ്ങനെ പഠിപ്പിക്കപ്പെട്ടു? ഒരൊറ്റൊരഭിപ്രായം പോലെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ടു. അങ്ങനെ അത് ആളുകൾ മനസ്സിലാക്കി പോന്നപ്പോഴാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ പിന്നീട് പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് പറഞ്ഞപ്പോൾ എന്തായി? നിറം മാറി കളിക്കുന്നവർ, അതുപോലെയുള്ള സഹോദരങ്ങളെ, ഫിഖ്ഹ് പഠിക്കുന്ന ഏതൊരാൾക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്രയോ പണ്ഡിതന്മാർ അവരുടെ തുടക്കത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതായി കാണാം, പിന്നീട് അവർ പഠിച്ചതനുസരിച്ച് അവർ അഭിപ്രായം മാറ്റിയതായി കാണാം. ഇങ്ങനെയുള്ള ആളുകളെ അവർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറയുക? സ്ഥിരതയില്ലാത്തവർ എന്നാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരിക്കലും അത് പാടില്ല. മറിച്ച് ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം വിശാലത കാണിച്ച വിഷയമാണോ നീ അത് കുടുസാക്കാൻ പാടില്ല. നിനക്ക് സ്വീകരിക്കാം, ശരി തന്നെയാണ്. നിനക്കൊരു അഭിപ്രായം ശരിയായി തോന്നിയെങ്കിൽ നിനക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. പക്ഷെ മറ്റുള്ള ആളുകളെ നീ സലഫിയല്ല, നീ സലഫിയത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം സഹോദരങ്ങൾ, ഇത് ചെറിയ വിഷയമല്ല. ആളുകളെ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ചെറിയ വിഷയമല്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നോക്കൂ സഹോദരങ്ങൾ, അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. ലാകിന്നമൽ മശ്ഹൂറു സാനി അശ്രിഹി എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ
ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് 12 പക്ഷേ ഷേഖ് റഹിമഹുല്ല അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഒരുപക്ഷെ 10 ആയിരിക്കാം. അദ്ദേഹത്തിന് തെളിവുകളോട് യോജിച്ചു തോന്നിയത് 10 ആയിരിക്കാം. ഈ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം പുറത്തുപോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ ഒരു കാര്യം സഹോദരങ്ങളെ, ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് എങ്കിൽ ആ ഒരു വിശാലത നമ്മളും കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മൾ ഇങ്ങനെ പിരിഞ്ഞും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ദേഷ്യത്തിലും ഇങ്ങനെയും കഴിഞ്ഞു പോയാൽ സഹോദരങ്ങളെ, ദുനിയാവിൽ മാത്രം ജീവിച്ച് മരിക്കേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നമുക്കൊരു പരലോകം വരാനുണ്ട്. വല്ലാഹി സഹോദരങ്ങൾ, നമുക്കൊരു പരലോകം വരാനുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? ആളുകളെ കാണിക്കാനാണോ? എങ്കിൽ നമ്മളാണ് ഏറ്റവും ശരി എന്ന് പറഞ്ഞ് ദുനിയാവിൽ മാത്രം ജീവിച്ചു മരിക്കേണ്ടവരാണോ? നമ്മളല്ല. മറിച്ച് നമുക്കൊരു പരലോകം വരാനുണ്ട്. അവിടെ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, അദ്ദേഹം പറയുകയാണ്, റബീഉൽ അവ്വൽ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. എന്നാൽ ഭൂരിഭാഗം ആളുകളുടെ അടുക്കലും അറിയപ്പെട്ട അഭിപ്രായം 12 എന്ന് ഷേഖ് റഹിമഹുല്ല പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, ഈ 10ഉം 12ഉം മാത്രമല്ല, 5ഓളം അഭിപ്രായങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച തീയതിയുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹസ്ം റഹിമഹുല്ല അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ റബീഉൽ അവ്വൽ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ 9, 10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഏതെങ്കിലും ഒരു അസറോ ഹദീസോ ഉണ്ടോ? ഇമാം മാലിക് റഹിമഹുല്ല മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്ഇം റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, റബീഉൽ അവ്വൽ 8 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വൽ 8 എന്നുള്ളതാണ്. അതുകൊണ്ട് ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം റബീഉൽ അവ്വൽ 12 മാത്രമാണ് എന്ന്. അത് ശരിയല്ല. മറിച്ച് ഇങ്ങനെയും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു റിവായത്ത് വന്നതായി കാണാം. എന്നാൽ മുസന്നഫ് ഇബ്നു അബീ ഷൈബ അഥവാ ഇബ്നു അബീ ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതായി കാണാം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്നും, അതുപോലെ തന്നെ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമാ, ഇവർ രണ്ടുപേരിൽ നിന്നും ഇബ്നു അബീ ഷൈബ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതായി കാണാം റബീഉൽ അവ്വൽ 12 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ആ ഒരു രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് റഹിമഹുല്ലാഹ് അവസാനമായി പറയുകയാണ്, വവാഫഖൽ 20 മിൻ നൈസാന വഖബ്ലഹു ഹൈനു അബീഹി ഹാന. വവാഫഖൽ 20 മിൻ നൈസാന വഖബ്ലഹു ഹൈനു അബീഹി ഹാന. എന്താണ് സഹോദരങ്ങളെ, ഇത് യോജിച്ചു വരുന്നത് അൽ 20 മിൻ നൈസാന. എപ്പോഴാണ് നൈസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്താബ്ദം അല്ലെങ്കിൽ സൂര്യവർഷം നോക്കുകയാണെങ്കിൽ, മുന്നേ നമ്മൾ പറഞ്ഞത് ഏതാണ്? ചന്ദ്രവർഷമാണ് റബീഉൽ അവ്വൽ. ഇനി സൂര്യവർഷം വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂര്യനെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ നെയ്സാൻ. എന്താണ് നെയ്സാൻ എന്ന് പറഞ്ഞാൽ? ഇതേതാ മാസം? ഇംഗ്ലീഷ് ഏപ്രിൽ. ഏപ്രിലാണെന്ന് പറയാ നെയ്സാൻ എന്ന് പറയുക. അപ്പോൾ ഏപ്രിൽ 20 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ ജനിച്ചത് എന്ന് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ് അവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണിത്. ഏപ്രിൽ 20 എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ പുറത്തുള്ള ഏതെങ്കിലും അവസ്ഥ അവര് കേട്ട് കഴിഞ്ഞാൽ ഏപ്രിൽ 20 എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? നബിദിനം കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ എന്താണ് പറഞ്ഞു വന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണിത്. പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ആവർത്തിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യം എന്താണ്? വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. നീ പഠിച്ച കാര്യങ്ങൾ തുടങ്ങേണ്ടത് എവിടെ വെച്ചാണ്? നിന്റെ വീട്ടിൽ വെച്ചാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞ കാര്യമാണെന്ത്? ഖു അൻഫുസകും വ അഹ്ലീകും നാറ.
നിന്റെ സ്വന്തത്തെയും അതുപോലെ തന്നെ നിന്റെ കുടുംബക്കാരെ എന്ത് ചെയ്യണം, നരകത്തെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം എന്ത് ചെയ്യുക, പഠിക്കുക, പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല ശർറും ഉണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلم بالصواب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.